ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ശിംശോൻ്റെ വീരപരാക്രമണങ്ങളെക്കുറിച്ച് കേട്ടാലോ. വിശുദ്ധ ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലാണ് ശിംശോനെക്കുറിച്ച് പറയുന്നത്. ഫെലിസ്തീയരുടെ അടിമത്തത്തിലും പീഡനത്തിലും കഴിയുന്ന ജനങ്ങളെ രക്ഷിപ്പാനായി ഒരുവൻ ജനിക്കുമെന്ന് ഒരു പ്രവചനമുണ്ടായിരുന്നു. ആ പ്രവചന നിവൃത്തിയായിട്ടാണ് ശിംശോൻ കടന്നു വരുന്നത്. അന്നത്തെ പശ്ചാത്തലങ്ങളും ഫെലിസ്തീയർ എങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചതെന്നും അതിനെതിരായിട്ട് എങ്ങനെയാണ് ശിംശോൻ പോരാടിയതെന്നും ഈ അധ്യായങ്ങളിൽ കാണുന്നു. ദാൻ ഗോത്രത്തിൽ മനോഹ എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ മച്ചിയായിരുന്നു. യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും എന്ന് പറഞ്ഞു. സ്ത്രീ ചെന്ന് അതുപോലെ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഇത് കേട്ട മനോഹ യഹോവയോട്, കർത്താവേ, നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. അവൾ വയലിൽ ഇരിക്കുന്ന സമയത്ത് ദൈവദൂതൻ അവളുടെ അടുക്കൽ വന്നു. എന്നാൽ അവളുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നില്ല. സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്ന് അവനോട് ചോദിച്ചു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. മനോഹ അവനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് യഹോവയുടെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ മനോഹ ഒരു കോലാട്ടിൻ കുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മനോഹയും ഭാര്യയും നോക്കി നിൽക്കെ അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിൻ്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷയായിട്ട് ഫെലിസ്തീയരെ കൊണ്ട് ഇസ്രായേൽ ദേശമാകെ ആക്രമിച്ച് കീഴടക്കുവാൻ ദൈവം അനുവദിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനം ഫെലിസ്തീയരുടെ അടിമകളായി തീർന്നു. അവരുടെ ഭരണത്തിന് മേധാവിത്വം പുലർത്തിയിരുന്ന ഫെലിസ്തീയർ 40 വർഷത്തോളം ഇത് തുടർന്നു. ഫെലിസ്തീയരുടെ ക്രൂരതകൾ വർദ്ധിച്ചപ്പോൾ ദൈവം ഇസ്രായേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച വ്യക്തിയായിരുന്നു ശിംശോൻ. അസാമാന്യ ശക്തിയുള്ള ഒരു പുരുഷനായിരുന്നു. കുട്ടിയായിരുന്ന സമയത്ത് വലിയ കാട്ടുമൃഗങ്ങളെ കൊല്ലുമായിരുന്നു. ഈ കഥകളൊന്നും തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല. ശിംശോൻ യുവാവായിരുന്ന സമയത്ത് താൻ തൻ്റെ അപ്പനും അമ്മയുമായി തിന്മയിലേക്ക് പോയി. അവിടെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നിട്ട് കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. അവിടെ നിന്ന് താൻ വേറൊരു സ്ഥലത്തേക്ക് കടന്നുപോയി. തിരികെ വന്നപ്പോൾ ആ സിംഹത്തിൻ്റെ ഉടൽ നോക്കേണ്ടതിന് അടുത്തു ചെന്നു. സിംഹത്തിൻ്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. അത് അവൻ കയ്യിലെടുത്ത് തിന്നുകൊണ്ട് നടന്നു. അപ്പൻ്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് അവർക്കും കൊടുത്തു. അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് എടുത്തതെന്ന് അവർ അറിഞ്ഞില്ല. ഇതുപോലുള്ള ഒരുപാട് വീര്യകൃത്യങ്ങൾ ശിംശോൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആനകളെയും സിംഹത്തെയും ഒക്കെ നിഷ്പ്രയാസം കൊല്ലുവാൻ കഴിവുള്ള ശക്തിമാനായ ഒരു വ്യക്തിയായിരുന്നു ശിംശോൻ. ഈ ശക്തിയുടെ രഹസ്യം അവൻ്റെ മുടിയിലായിരുന്നു. ഒരിക്കലും ആ മുടിയിൽ ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ലായിരുന്നു. ശിംശോൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം ഫെലിസ്തീയരുടെ അധീനതയിലാണ്. ശിംശോനെ പേടിച്ചിട്ട് ഫെലിസ്തീയർ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ കുറയ്ക്കുകയാണ് ഉണ്ടായത്.
ഒരിക്കൽ ശിംശോൻ ഒരു ഫെലിസ്തീയ കന്യകയെ കണ്ടു. അവളെ ഇഷ്ടമായിട്ട് എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് അവൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു. അപ്പോൾ മാതാപിതാക്കൾ അവനോട്, അഗ്രചർമ്മികളായ ഫെലിസ്തീരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ, അവളെ എനിക്ക് വേണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായത് എന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അങ്ങനെ ആ ഫെലിസ്തീയ യുവതിയെ വിവാഹം കഴിച്ചു. അതിൻ്റെ ഭാഗമായി അവിടെ ഒരു വലിയ വിരുന്ന് നടക്കുകയുണ്ടായി. 30 തോഴന്മാരെയാണ് അവിടെ ശിംശോനെ പരിചരിക്കുവാൻ വേണ്ടി യുവതിയുടെ പിതാവ് ഏർപ്പാട് ചെയ്തത്. അവരോട് ശിംശോൻ ഒരു കടങ്കഥ ചോദിച്ചു. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം നിങ്ങൾ അത് വീട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാം. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരേണം എന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കടം പറക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ അതിന് മറുപടി പറയുവാൻ 3 ദിവസത്തോളം അവർക്ക് കഴിഞ്ഞില്ല. 7-ാം ദിവസത്തിൽ അവർ ശിംശോൻ്റെ ഭാര്യയോട്, ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ വശീകരിക്ക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയും. ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിനോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. ഇത് കേട്ട ശിംശോൻ്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞു. നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ദേഷിക്കുന്നു. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു തരേണം എന്ന് ആവശ്യപ്പെട്ടു. അവൻ അവളോട്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. വിരുന്നിൻ്റെ 7 ദിവസവും അവൾ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. 7-ാം ദിവസം അവൾ അവനെ അസഹ്യപ്പെടുത്തുക കൊണ്ട് അവൻ പറഞ്ഞു കൊടുത്തു. ഭാര്യയാകട്ടെ ആ 30 തോഴന്മാർക്ക് അത് പോയി പറഞ്ഞു കൊടുത്തു. അവർ ശിംശോനോട് ചോദിച്ചതിൻ്റെ ഉത്തരം ആ 30 പേരും പറഞ്ഞു. അങ്ങനെ ശിംശോൻ പരാജയപ്പെട്ടു. എന്നാൽ ശിംശോനാകട്ടെ യഹോവയുടെ ആത്മാവ് ശിംശോൻ്റെ മേൽ വന്നിട്ട് അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അങ്ങനെ കുറച്ച് ദുഷ്ടന്മാരായ ഫെലിസ്തീർ ചത്തൊടുങ്ങി. എന്നാൽ പിന്നീട് സംഭവിച്ചത് ശിംശോൻ്റെ ഭാര്യ അവൻ്റെ കൂട്ടുകാരനായ തോഴന് ഭാര്യയായി തീർന്നു എന്നതാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് ഗോതമ്പ് കൊയ്ത്തിൻ്റെ സമയത്ത് ശിംശോൻ ഒരു കോലാട്ടിൻകുട്ടിയെയും കൊണ്ട് തൻ്റെ ഭാര്യയെ കാണുവാൻ ചെന്നു. എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവളുടെ അടുക്കൽ ചെന്നപ്പോൾ അവളുടെ അപ്പനും അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ, നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിന്റെ തോഴന് കൊടുത്തുപോയി. അവളുടെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ, അവൾ മറ്റവൾക്ക് പകരം നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ വീണ്ടും വീണ്ടും എന്നോട് അനീതി തന്നെ ചെയ്യുകയാണ്. ഇനിയും ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചെന്ന് വരാം. എന്നാൽ ഞാൻ അതിന് കുറ്റക്കാരനല്ല, കാരണം തെറ്റെല്ലാം ചെയ്യുന്നത് നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ശിംശോൻ ഒരു പരിപാടി ചെയ്തു. ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൾ ചേർത്ത് പന്തമെടുത്ത് ഈ 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്തീയരുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളുമെല്ലാം ചുട്ടുകളഞ്ഞു. ഇത് ചെയ്തത് ആര് എന്ന് ഫെലിസ്തീയർ അന്വേഷിച്ചാറേ, തിന്മക്കാരൻ്റെ മരുമകൻ ശിംശോനാകുന്നു. അവൻ്റെ ഭാര്യയെ അവനെടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി. ഫെലിസ്തീയർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അപ്പോൾ ശിംശോൻ അവരോട്, നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവരെ അതികഠിനമായി അടിച്ച് തുടയും നടുവും തകർത്ത് കളഞ്ഞു. പിന്നെ അവൻ ചെന്ന് ഏതാം പാറയുടെ ഗഹ്വരത്തിൽ പാർത്തു. തുടർന്ന്, ഇനി ഇവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫെലിസ്തീയർ ചില ചതിപ്രയോഗങ്ങളിലൂടെ ശിംശോനെ പിടികൂടി. പിടിച്ച് കെട്ടി ഫെലിസ്തീയരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഏതൊരു ആയുധങ്ങളും ഇല്ലാതിരിക്കെയാണ് ഫെലിസ്തീയർ വന്ന് ശിംശോനെ ആക്രമിക്കുന്നത്.
എന്നാൽ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ശിംശോൻ ഒരു ആയുധം കെട്ടുകയുണ്ടായി. ഒരു കഴുത ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പച്ച താടിയെല്ല് കണ്ട് കൈ നീട്ടിയെടുത്ത് തന്നെ ബന്ധിച്ചിരുന്ന കയറുകളെല്ലാം യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. കഴുതയുടെ പച്ച താടിയെല്ല് കൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. ഇത്രയും വീര്യകൃത്യങ്ങൾ ചെയ്ത ശിംശോൻ പിന്നെ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് നോക്കാം. ശിംശോന് എങ്ങനെയാണ് ഈ അമാനുഷിക ശക്തി ലഭിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അവനെ ആർക്കും കീഴടക്കുവാൻ കഴിയാതെ പോയിക്കൊണ്ടേയിരുന്നു. ശിംശോൻ്റെ തോൽവി തുടങ്ങുന്നത് താൻ യാത്ര പോകുമ്പോൾ ഗസയിൽ വെച്ച് ഒരു വേശ്യയെ കണ്ടുമുട്ടുന്നു. അവളുമായി ശിംശോൻ അടുക്കുകയും അവളോടൊപ്പം സമയം ചിലവഴിക്കുവാനും തുടങ്ങി. ശിംശോൻ ഇവിടെ വന്നിരിക്കുന്നു എന്ന് ഗസ്യർക്ക് അറിവ് കിട്ടി. അവർ വന്നു വളഞ്ഞ് അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽക്കൽ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവനും അനങ്ങാതിരുന്നു. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിൻ്റെ കതകും കട്ടളക്കാൽ 2 ഓടാമ്പലും കൂടെ പറിച്ചെടുത്ത് ചുമരിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. അതിനുശേഷം അവൻ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ച് കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം? എനിക്ക് പറഞ്ഞു തരേണം എന്ന് പറഞ്ഞു. ശിംശോൻ അവളോട്, ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് നുണ പറഞ്ഞു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനെ പിടിക്കാൻ വന്നപ്പോൾ തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല. പിന്നെ ദലീല ശിംശോനോട്, നീ ചതിച്ചു എന്നോട് ഭോഷ്ക് പറഞ്ഞു. നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരേണം എന്ന് ആവശ്യപ്പെട്ടു. ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു. വീണ്ടും അതുപോലെ സംഭവിച്ചു. ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചിട്ട്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് അവനോട് പറഞ്ഞു. ഫെലിസ്ത്യർ വന്നപ്പോൾ ശിംശോൻ ഒരു നൂൽ പോലെ തൻ്റെ കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. ദലീല ശിംശോനോട്, ഇതുവരെ നീ എന്നെ ചതിച്ചു, എന്നോട് ഭോഷ്ക് പറഞ്ഞു. നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരേണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. അവൻ അവളോട്, എൻ്റെ തലയിലെ 7 ജടനൂൽ പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കും എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. അവൻ ഉറക്കമുണർന്ന് നെയ്ത്ത് തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്ത് കളഞ്ഞു. അപ്പോൾ അവൾ അവനോട്, നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് എങ്ങനെ? ഈ 3 പ്രാവശ്യം നീ എന്നെ ചതിച്ചു. നിന്റെ മഹാശക്തി ഏതിലാകുന്നു എന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞ് ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി. ഈ പ്രാവശ്യം അവൻ ആ രഹസ്യം അവൾക്ക് പറഞ്ഞുകൊടുത്തു. തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥൻ ആകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടു പോകും. ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. തൻ്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയച്ചു. ഇന്ന് നിങ്ങൾ വരുവിൻ, അവൻ തൻ്റെ ശക്തിയുടെ രഹസ്യം മുഴുവൻ എന്നെ അറിയിച്ചിരിക്കുന്നു. ഇത് കേട്ടയുടനെ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പണവുമായി അവളുടെ അടുക്കൽ വന്നു. അവൾ ശിംശോനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അപ്പോൾ അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ഫെലിസ്ത്യർ അവനെ പിടിക്കുവാൻ കടന്നു വന്നു.
യഹോവയുടെ ശക്തി തന്നെ വിട്ടുപോയി എന്നറിയാതെ മുമ്പിലത്തെ പോലെ കുടഞ്ഞു ഒഴിഞ്ഞു കളയാൻ ശ്രമിച്ചു. എന്നാൽ അവന് ശക്തിയില്ലാകയാൽ ഫെലിസ്തീർ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു അവനെ കാരാഗ്രഹത്തിൽ മാവ് പൊടിക്കുന്ന ജോലി കൊടുത്തു. അവൻ്റെ തലമുടി കളഞ്ഞ ശേഷം അത് വീണ്ടും വളർന്നു തുടങ്ങി. അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ, നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ച് കൂടി. തങ്ങളുടെ ദേവനെ പുകഴ്ത്തി. അവർ ആനന്ദത്തിലായപ്പോൾ അവരുടെ മുമ്പിൽ കളിപ്പാൻ കാരാഗ്രഹത്തിൽ നിന്ന് ശിംശോനെ വരുത്തി. തൂണുകളുടെ ഇടയിൽ നിർത്തിയിരുന്ന ശിംശോൻ കളിക്കുവാൻ തുടങ്ങി. തൻ്റെ കൈക്ക് പിടിച്ച ബാല്യക്കാരനോട്, ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരിയിരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലാകട്ടെ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു. സകല ഫെലിസ്ത്യ പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ശിംശോൻ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 3000 പേർ മാളികയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്തീരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി. ഞാൻ ഫെലിസ്തീരുടെ കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു. അങ്ങനെ ശിംശോൻ തൻ്റെ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികമായിരുന്നു. അവൻ്റെ സഹോദരന്മാരും പിതൃഭവനമൊക്കെയും ചെന്ന് അവനെ എടുത്ത് സോരയ്ക്കും എസ്തായോലിനും മധ്യേ അവൻ്റെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് അടക്കം ചെയ്തു. ശിംശോൻ ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു.